ജാനകി അമ്മയുടെ സംസ്കാര ചടങ്ങ് നടക്കുകയാണ് മൈസൂരുവിൽ. മതപരമായിട്ടുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങ് ഇപ്പോൾ നടക്കുകയാണ്. പൂണ്ടിയിലെ നവീൻ ഫാം ഹൗസിലാണ് മൃതദേഹം സംസ്കരിക്കുക. സംഗീത ലോകത്തിന് തീരാ നഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല സംഗീത ലോകത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പാട്ടുകൾ അനശ്വരമായി ബാക്കിയുണ്ട്, ഇവിടെയുണ്ടെന്നുള്ളതാണ്. ഒരു കാലഘട്ടം മൺമറയുന്നു, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ കേട്ടിട്ടുള്ള പല പാട്ടുകളും പാടിയിട്ടുള്ളത് ഒക്കെയും അതെല്ലാം എസ് ജാനകിയാണ്. ആ ശബ്ദം എപ്പോഴും വേറിട്ട് നിൽക്കുന്ന ശബ്ദമായിരുന്നു. ആ ശബ്ദത്തിന് പ്രായം തോറും ചെറുപ്പം കൂടി വന്നുവോ എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു ആ ശബ്ദം, എസ് ജാനകിയുടെ ശബ്ദമെന്ന് നമുക്ക് പറയാം. സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതികളോടെ, ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാരം നടക്കുക. ഈ മതപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും അതുണ്ടാവുക. തെന്നിന്ത്യയുടെ വാനമ്പാടിക്ക് ഒരു പക്ഷേ നമ്മളെയൊക്കെ ചിലർ മരിച്ചാലും മരിച്ചെന്ന് ഉൾക്കൊള്ളാൻ നമുക്കാകില്ല. അങ്ങനെ ഒരാളാണ് കടന്നു പോകുന്നത്, അങ്ങനെ ഒരു കാലമാണ് കടന്നു പോകുന്നത്. അത്രമാത്രം പല പാട്ടുകളെ, ഏറ്റവും കൂടുതൽ ലോകയിലെ കിളിയേ കിളിയേ എന്നുള്ള പാട്ട് വീണ്ടും വന്നപ്പോഴും എത്രമാത്രം ആഘോഷിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാ പാട്ടുകളും ഒരുപക്ഷെ നമ്മുടെ സങ്കടത്തിൽ, നമ്മുടെ വേദനയിൽ, നമ്മുടെ സന്തോഷത്തിൽ, നമ്മൾ രാവിലെ ഉണരുമ്പോൾ ഉറങ്ങുമ്പോൾ ഒക്കെയും കേൾക്കുന്നത് ശബ്ദമാണ്. നമ്മുടെ പ്രണയത്തിലും വിരഹത്തിലും ഒക്കെ ആ പാട്ട് നിറഞ്ഞു നിന്നിട്ടുണ്ട്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൻ്റെ ജാനകി അമ്മ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏത് ഭാഷക്കാർക്കും അവരുടേതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അടുപ്പവും സ്നേഹവും, എപ്പോഴും ഒരു നിറഞ്ഞ പുഞ്ചിരി പലപ്പോഴും നിറഞ്ഞ രീതിയിലാകാറില്ല. പക്ഷെ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി അല്ലാതെ നമ്മൾ ജാനകി അമ്മയെ കണ്ടിട്ടില്ല. മലയാള ഭാഷ സാധാരണഗതിയിൽ ഉച്ചരിക്കാൻ മറ്റുള്ള ഭാഷക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളുമില്ലാതെ അക്ഷരസ്ഫുടതയോടുകൂടി എങ്ങനെയാണോ മലയാളം, അങ്ങനെയാണോ ഓരോ പാട്ടും പാടിത്തീർത്തത്. അതിൽ അത്രമാത്രം ഭാവാത്മകമായി എന്ന് പറയാം ഓരോ പാട്ടും പാടി വെച്ചതൊക്കെയും. അത് നമ്മൾ പ്രത്യേകിച്ച് ഒരു പാട്ടായി എടുത്തു പറയാനോ നന്നായി പാടി എന്ന് പറയുന്നതോ ഒക്കെ ഒരു പക്ഷേ അത് കുറഞ്ഞു പോകും. അവർ പാടി വെച്ചിട്ടുള്ള, അവർ നമുക്കായി നൽകിയിട്ടുള്ള പാട്ടുകളെ പറ്റി പറയുമ്പോൾ അത് പറയാനൊന്നും നമ്മൾ ആളാകുന്നുമില്ല എന്നുള്ളതാണ്. ദേശീയ പുരസ്കാരങ്ങൾ നൽകി പലപ്പോഴായി 3 തവണ ദേശീയ പുരസ്കാരം കിട്ടി. പിന്നീട് പത്മഭൂഷൺ അവരെ തേടി എത്തിയെങ്കിൽ പോലും അത് നിരസിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ പലപ്പോഴായി പല കാര്യങ്ങളും അവർ ധൈര്യത്തോടു കൂടി, നേരത്തെ കൈതപ്രം സംസാരിക്കുമ്പോഴൊക്കെ നമ്മളോട് പറഞ്ഞത്, ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ തുറന്നു പറയുകയും നിലപാടുകൾ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ജാനകി.